ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഇന്നൊരിടം ഇന്ന് ഞങ്ങൾക്ക് ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, ഒരു വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണും, ക്ഷമിക്കുക. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് നാളെ പേരൂർക്കട പോസ്റ്റിംഗ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അതിനു മുമ്പ് എന്നെക്കുറിച്ച് പറയുന്നത്, ഞാൻ ഒരു BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഇവിടെ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴയില്. അപ്പം തേർഡ് ഇയർ ആണ് കേട്ടോ. അതില് ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് ഞങ്ങൾക്ക് പേരൂർക്കട ഒരു പോസ്റ്റിംഗ് ഉണ്ട് നാളെ. അവിടുത്തെ പേരൂർക്കട മെന്റൽ ഹെൽത്ത് സെന്ററില് നാളെയാണ് ഞങ്ങൾ പോകുന്നത്. ബട്ട് തുടങ്ങുന്ന പോസ്റ്റിംഗ് തുടങ്ങുന്നത് 16-ാം തീയതി തൊട്ടാണ്. അപ്പം പോകുന്നതിന് ബാഗ് പാക്ക് ചെയ്യണമല്ലോ. അപ്പം അതിന്റെ വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ കരുതിയിരിക്കുന്നത്. എന്തൊക്കെ പാക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ട് കുറെ വീഡിയോസ് ഒക്കെ എടുക്കണമെന്നുണ്ട്. പിന്നെ അവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ട്. പിന്നൊക്കെ നടക്കുമെന്ന് കരുതിയിട്ടാണ് ഇതെല്ലാം പാക്ക് ചെയ്യുന്നത്. അതിനുള്ള എല്ലാ ഡ്രസ്സും എടുത്ത് വെക്കുന്നുണ്ട്. അവിടത്തേക്ക് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരു ട്രാവൽ ബാഗിൻ്റെ കേട്ടോ, ഇതിലാണ് കൊണ്ടുപോകാൻ. പിന്നെ ഞാൻ ഓർത്തു ഫസ്റ്റ് പുറത്തിടാൻ വേണ്ടി കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അതെല്ലാം എടുത്ത് താഴെ ഏറ്റവും താഴെ വെക്കാന്ന് കരുതി. അതാകുമ്പം പിന്നെ അതെന്താ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ എന്തായാലും പുറത്തൊന്നും പോകാൻ പറ്റില്ല. പിറ്റേ ദിവസം ഞങ്ങൾക്ക് പോസ്റ്റിംഗ് തുടങ്ങും. അപ്പോഴത്തേക്കും അല്ലെങ്കിൽ എല്ലാം വലിച്ചിറക്കി എടുക്കേണ്ടി വരും. ഇതൊക്കെ മേളിലിരിക്കുകയാണ്, പോസ്റ്റിങ്ങിന്റെ യൂണിഫോം ഒക്കെ താഴെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ വലിച്ചെടുത്ത് എടുക്കേണ്ടി വരും. അതുകൊണ്ട് പുറത്തിടാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതെല്ലാം ഏറ്റവും താഴെ വെച്ചിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്റ്റലിൽ ഇടാനുള്ള 3 സെറ്റ് കൊണ്ടുപോകണം ഹോസ്റ്റലിൽ ഇടാനായിട്ട്. അപ്പം അതിൽ 2 സെറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞ് ഒരു സെറ്റ് ഏറ്റവും മുകളിൽ വെക്കാനായിട്ട്, കാരണം ചെന്ന് കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സ് മാറണമല്ലോ. അപ്പം അതെടുത്ത് മുകളിൽ വെക്കാന്ന് കരുതി. പിന്നെ ഞാൻ ഈ പുറത്ത് പോകാനായിട്ട് മെയിനായിട്ടും ജീൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് ഒരു ബാഗി ജീൻസ്, ബാഗിയാന്ന് തോന്നുന്നു എനിക്ക്, എല്ലാ ജീൻസും ലൂസായിട്ട് കിടക്കുന്ന ജീൻസിന് എല്ലാം ഞാൻ ബാഗിന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ലൂസ് ബോട്ടം ജീൻസ് ഉണ്ട്, പിന്നെ നോർമൽ ജീൻസ് ഉണ്ട്, പിന്നെ ഒരു ജീൻസിന്റെ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു പാവാട ഉണ്ട്. ഇത് 3 പിന്നെ ഇതിന്റെ കൂടെ ഇടാനായിട്ട് ടോപ്പ് മാറി മാറി ഇടാനായിട്ട് കുറെ ടോപ്പും ഉണ്ട്. ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കാം. അപ്പം ടോപ്പ് എല്ലാം കൂടെ ഞാൻ ഈ കവർ കയറ്റിയിട്ട് വെക്കാന്നാണ് എഴുതിയിരിക്കുന്നത്. ഏകദേശം എന്റെ 3 പാവാട ജീൻസ് കയറിയപ്പോ തന്നെ കവർ ഫുള്ളാക്കി. പിന്നെ ടോപ്പ് വെക്കാം. ഞാൻ 2 ടീഷർട്ട് അല്ലാത്ത ടോപ്പും അങ്ങനെ എടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ടോ ഇരിക്കട്ടോ. വെയിറ്റ് ഇടുന്ന 2 സെറ്റ് എടുത്ത് വെക്കാനായിട്ട് അത് ഞാൻ പറഞ്ഞല്ല, പാൻറ്റും ടോപ്പും ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 3 സെറ്റ്, ഇത് പിന്നെ ഇത്. എന്നിട്ട് ഒരെണ്ണം മാത്രം ചെന്ന ഉടനെ ഇടാനായിട്ട് മാറ്റി വെക്കാം. അത് ലാസ്റ്റ് ആയിട്ട്. അപ്പം ബാക്കി 2 സെറ്റ് എടുത്തു വെക്കാം. ഇത് 3 എടുക്കാൻ കാരണം ഞങ്ങൾക്ക് 2 ആഴ്ചത്തേക്കാണ് പോസ്റ്റിങ്. പിന്നെ കഴിയ അതിന് ഇടാല്ലേ, ഉള്ളെല്ലാം കൂടെ കൊണ്ടുപോണ്ടല്ലോ എന്നോർത്തിട്ടാണ്. പിന്നെ നമുക്ക് എടുത്തു വെക്കാനുള്ളത്, ഞാൻ പറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് ഈ റെഡ് ഡ്രസ് ഇടാൻ നൽകിയിരിക്കുന്നത്. അപ്പം അതിന്റെ എന്തായാലും വീഡിയോ വരും, എല്ലാരും കാണണമല്ലോ. ഇത് എനിക്ക് കയറ്റി വെക്കണം.
പിന്നെ ഞാൻ ഞാൻ പുറത്തിടാനുള്ള ഡ്രസ്സ് എടുത്തു വെച്ചു. പിന്നെ പാവാടയും ടോപ്പും എടുത്തു വെച്ചു. പിന്നെ ഹോസ്റ്റലിൽ ഇടാനുള്ള ഡ്രസ്സും എടുത്തു വെച്ചു. പിന്നെ എനിക്ക് ഇനി എടുത്ത് വെക്കേണ്ട യൂണിഫോം. യൂണിഫോമിന് എനിക്ക് വൈറ്റ് കോട്ട് എടുക്കണം. പിന്നെ ഞങ്ങളുടെ യൂണിഫോം ബ്ലൂ കളറിലാട്ടോ. ബ്ലൂ കളറിലത് ഇത് ഞാൻ മീൻസ് റോൾ ചെയ്താ വെച്ചിരിക്കുന്നത്. റോൾ ചെയ്ത് വെച്ചാല് ചുളുങ്ങില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ ചെന്ന് നിവർത്തുമ്പോ അറിയാം. അതെല്ലാം ഇത് കിറ്റില് എടുത്ത് വെക്കാന്ന് കരുതി. പിന്നെ വൈറ്റ് കോട്ടും കൂടെ ആയതുകൊണ്ട് അതിന് വേണേ മാറ്റി വെക്കാം, അല്ലെങ്കിൽ അഴുക്ക് പിടിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേറ്റ് കിറ്റ് പോലെ എടുത്തത്. ഇതിനകത്ത് പിന്നെ എയർ നിൽക്കില്ല, അതുകൊണ്ട് പിന്നെ സ്പേസ് ഒരുപാട് പോവില്ല. പിന്നെ ബെഡ്ഷീറ്റ് അത് ഞാൻ 2 കൊണ്ടുപോകുന്നുണ്ട്. ഒന്ന് വിരിക്കാൻ, ഒന്ന് പുതയ്ക്കാൻ. പിന്നെ ഒരു തലയണ കവറും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പാക്ക് ചെയ്യാനുള്ള അണ്ടർ ഗാർമെന്റ്സ് ആണ്. അത് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെക്കണം. പിന്നെ അപ്പൊ ഇനി എനിക്ക് എടുത്ത് വെക്കാനുള്ളത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇത് ഇതിനകത്ത് വെക്കാനുണ്ട്. പിന്നെ പിന്നുള്ളത് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് ആണ്. തുണി കഴുകാൻ വേണ്ടിയിട്ട് ഡോക്ടർ വാഷ്. അത് എനിക്ക് കൈക്ക് അലർജി, അതുകൊണ്ടാണ് ഡോക്ടർ വാഷ്. പിന്നെ പാത്രം കഴുകാനായിട്ട്. പിന്നെ സോപ്പ് വിത്ത് സോപ്പ് വെട്ടി. പിന്നെ ഞാൻ കംഫർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ പേസ്റ്റ്, ബ്രഷ്, പിന്നെ ഷാമ്പു, മറ്റേ ഡോവിന്റെ ഷാമ്പു ഇല്ലേ അത്. പിന്നെ എണ്ണ, ചെറിയ ബോട്ടില് പാരച്യൂട്ടിന്റെ എണ്ണ. ഇത്രയാണ് പിന്നെ എടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പാക്കാൻ വേണ്ടിയിട്ട് പിന്നൊരു വിസ്പർ, ഇതും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഇനിയുള്ള ഐറ്റം എന്താന്ന് വെച്ചാൽ പിന്നെ മേക്കപ്പ് ഐറ്റം. നമ്മള് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ കറങ്ങാൻ പോകുന്നതല്ലേ, അപ്പം എല്ലാം എടുക്കണമല്ലോ. അപ്പം എന്തായാലും മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ ലിപ് ബാം വിഷ് കെയറിന്റെ ലിപ് ബാം കണ്ടിരിക്കണേ. പിന്നെ ലിപ്സ്റ്റിക് വേണമല്ലോ. ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ മായ്സിന്റെ ലിപ്സ്റ്റിക് ഉണ്ട്, ഗേൾ പവർ 10. പിന്നെ ഐക്കോണിക്കിന്റെ കാജല്, പിന്നെ ഐലൈനർ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ പോസ്റ്റിങ്ങിന് പോകുമ്പോൾ പുട്ടപ്പ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് പുട്ടപ്പ് ചെയ്യാനായിട്ട്. പിന്നെ വാച്ച്, പിന്നെ മെയിനായിട്ട് കമ്മല് വേണ്ട. കമ്മല് ഞാൻ വെട്ടിയിട്ട് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അതിന്റെ മുത്തെല്ലാം വീഴണം. ഏതാ ഇടുന്നേന്ന് അറിയില്ല, എന്നാലും എടുത്തു വെച്ചിട്ടുണ്ട്. ചെന്ന് കഴിയുമ്പോൾ ഡ്രസ്സിന് ചേരുന്ന ഏതാന്ന് വെച്ചാൽ ഇടാന്നുള്ള രീതിയിൽ. ഇത് 2ആണ് എടുത്തിരിക്കുന്നത്. ഇതും 3 എടുത്തിരിക്കുന്നത്. പിന്നെ ഇവന്മാര് ഇതിലേതാ ഇടുന്നേന്ന് അറിയില്ല കേട്ടോ. നമ്മൾ സാധാരണ ഈ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ കമ്മലിടുമ്പോ ഏതാ ചേരുന്നതെന്ന് വെച്ചാൽ അങ്ങനെയല്ലേ ഇടാറ്. പിന്നെ ഇതിനകത്ത് ഒഴുകുന്നതിനകത്ത് പിന്നെ പൊട്ട് തീരാറായി കേട്ടോ. പിന്നെ ചീപ്പ്, പിന്നെ സ്പ്രേ, ഫോണിന്റെ സ്പ്രേ. ഇത് ഇത്രയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. പിന്നെ ഫേസ് വാഷ് ഇതും തീരാറായി. മറ്റേ 1% കോജിക് ആസിഡ് ഡെയിലി ഫേസ് വാഷ്, ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി പാക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഉള്ളത് ഞാൻ കോളേജ് ബാഗ് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിനകത്ത് എനിക്ക്
ഞങ്ങൾക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് A4 വേണം. A4 ഒരു ഫയലിനകത്ത് A4ഉം പിന്നെന്താണ് പേന, പെൻസില്, സ്കെയില്, അതേപോലത്തുള്ള എഴുതാൻ വേണ്ടിയുള്ള സാധനമൊക്കെ വേണം. മാർക്കർ, പിന്നെ ID കാർഡ് വേണം. പിന്നെ ടെക്സ്റ്റ് വേണം ഞങ്ങളുടെ മെന്റൽ ഹെൽത്തിന്റെ. ഇതൊക്കെയാണ്. പിന്നെ എനിക്ക് ഫോണ്, ചാർജർ, ഹെഡ്സെറ്റ്, ഈ ഐറ്റംസ് ഒക്കെയാണ് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഞാൻ എന്തായാലും പാരസെറ്റാമോളും സിട്രസിനും എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ബാഗ് പാക്കിങ്ങിലുള്ളത്. ഇത് യൂസ്ഫുൾ ആകുന്ന കുറച്ച് പേരുണ്ട്. കാരണം ഇപ്പൊ എന്റെ ജൂനിയേഴ്സ് ആയിട്ട് വരുന്ന കുറച്ച് പേരുണ്ട്. അപ്പം അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അവർക്കും പേരൂർക്കട പോസ്റ്റിംഗ് വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ എടുക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് അവർക്ക് എന്റെ വീഡിയോസ് കണ്ട ഐഡിയ കിട്ടും. അതേപോലെ തന്നെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് മാത്രമല്ലല്ലോ, വേറെ കോളേജസിൽ നിന്നും ഇങ്ങനെ ഈ പേരൂർക്കട പോസ്റ്റിംഗ് ഒക്കെ പോകുന്നുണ്ട്. അപ്പം അവർക്കും മേ ബി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നേഴ്സിംഗ് സ്റ്റുഡൻസിന് എന്തായാലും ഈ പാക്കിങ് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്താണ്, ഇപ്പം എന്റെ വീഡിയോസ് ഇപ്പൊ ഇത് ഞാൻ എന്തായാലും ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം പേരൂർക്കട പോസ്റ്റിംഗ് പോകുമ്പോൾ എന്തായാലും ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അത് സമ്മതിക്കില്ല. എന്നാൽ പോലും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ റൊട്ടീൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് എഴുതാൻ കാണും, എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടാനായിട്ട് ഇത് സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, യൂസ്ഫുൾ ആകാതെ പോകില്ലായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്റെ ബാഗ് പാക്കിങ്. ഇനി എനിക്ക് പിന്നെ പാത്രം ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതായത് ചെന്ന് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പാത്രം വേണം. പിന്നെ ഞങ്ങൾക്ക് കോളേജിലോട്ട് കൊണ്ടുപോകാൻ, കോളേജില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാത്രം, ലഞ്ച് ബോക്സ് വേണം, പിന്നെ വാട്ടർ ബോട്ടിൽ, പിന്നെ ഒരു കുട എന്തായാലും വേണം, മഴയാ. പിന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് നടന്നു പോകാനേ ഉള്ളൂ പേരൂർക്കടയ്ക്ക്. ഞങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് നടക്കണം. അപ്പോഴത്തേക്ക് ഒരു കുട വേണം, പിന്നെ ബാഗ്. ഇത്ര ഐറ്റംസ് ഒക്കെ ഉള്ളൂ. ഇനി മിസ്സായിട്ടൊന്നും ഇല്ല. ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ല. ഇത്ര ഐറ്റംസേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഇനിയും വീഡിയോസ് വരും. അപ്പം ഈ വീഡിയോ ഞാൻ എപ്പോഴാണ് ഇടുന്നതെന്ന് എനിക്കറിയില്ല. ഇനി പേരൂർക്കടയ്ക്ക് പോകുന്നതിന് മുമ്പാണോ അതോ ഞങ്ങൾ കറങ്ങിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണോ ഇടുന്നതെന്ന് അറിയില്ല. എന്നാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ശരി, ബൈ. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.